ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ മുടിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ഒരു ഓയിൽ മസാജും പിന്നെ ഒരു ഹെയർ പാക്കും ആട്ടോ കാണിച്ചു തരുന്നത്. അപ്പം ആദ്യം നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമേ. തലേ ദിവസം കുറച്ച് ഉലുവ എടുക്കുക. ഉലുവ നല്ലോണം കഴുകിയിട്ട് ഒരു പാത്രത്തിൽ ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെച്ചേക്കുക. കുറഞ്ഞതൊരു 10 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എങ്കിൽ നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പിറ്റേ ദിവസം നമ്മളെപ്പോഴാണോ ഇത് തലയിൽ തേക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് ഈ കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളം ഉൾപ്പെടെ നമുക്കിത് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്യാം കേട്ടോ. തൈര് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയുള്ളിയോ സവാളയോ അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവോ അതിൻ്റെ തളിരിലയോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ എളുപ്പത്തിന് ഉലുവ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയുണ്ടല്ലോ, ചില ആൾക്കാർ കാച്ചിയ എണ്ണയായിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ. ഇപ്പം ഞാൻ പാരച്യൂട്ടിൻ്റെ പച്ച വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2-3 തുള്ളി അതിലേക്ക് ഇറ്റിച്ച് വീഴ്ത്തുക. എന്നിട്ട് അത് രണ്ടും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓയിൽ മസാജ് ചെയ്യുന്നുണ്ടെന്ന്, ഈ പാരച്യൂട്ടിൻ്റെ എണ്ണ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ മുടിയിലുള്ള കെട്ടെല്ലാം കളഞ്ഞ് വെച്ചിട്ട് അതിന് നമ്മൾ പല്ലകലുള്ള ചീപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ മുടി പൊട്ടിപ്പോകത്തൊന്നുമില്ല. അപ്പം പല്ലകലമുള്ള ഒരു ചീപ്പ് വെച്ചിട്ട് മുടി എന്താ പറയുക കെട്ട് കളഞ്ഞിട്ട് ഓയിൽ വെച്ചിട്ട് തലയിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മസാജ് ചെയ്യണം കേട്ടോ. നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ഏത് പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുണ്ടല്ലോ, അതൊന്ന് ശകലം തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാക്കൊക്കെ ഇട്ടിട്ട് ഷാമ്പു ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും മുടി ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തലയോട്ടിയിലും മുടിയുടെ അറ്റം വരെ നല്ലോണം തേച്ച് എന്താ പറയുക കെട്ടിവയ്ക്കുക. മുടി നല്ലോണം കെട്ടിവയ്ക്കുക. എന്നിട്ട് തണുപ്പൊന്നും വിഷയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെ 3/4 മണിക്കൂറൊക്കെ വെച്ചേക്കുക. അതിൽ ഇനി തണുപ്പൊന്നും പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ. നമ്മുടെ ഉലുവയ്ക്കാണെങ്കിൽ ആൻറ്റി ഫംഗലും ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മുടീനെ താരനിൽ നിന്നൊക്കെ സഹായിക്കും. ഈ താരനൊക്കെ ഉള്ളവർക്ക് തലയ്ക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഈ ചൊറിച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഉലുവ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈ ഉലുവ ഇങ്ങനെ അരച്ച് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു കാര്യം കൂടെ ഞാൻ പറയാവേ. ഇതേപോലെ ഉലുവ കഴുകി വെള്ളത്തിലിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വെള്ളത്തിനൊരു മഞ്ഞ കളറ് കാണില്ല. ആ വെള്ളം ഒരു സ്പ്രേ ബോട്ടിലെടുത്തിട്ട് ഡെയിലി നമുക്ക് തലയിലും സ്പ്രേ ചെയ്യാം. അപ്പോൾ ഒരു മാസമൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ മുടിയുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ പുതിയ കുഞ്ഞു മുടികളൊക്കെ കിളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ വേണേലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ കാച്ചുമ്പോൾ ഒരു പിടി ഉലുവയും കൂടി ഇടുവാണെങ്കിൽ അതും ബെറ്ററാണ് കേട്ടോ. അതായത് നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യം തരാനും നല്ല ഒരു ഷൈനിങ് എഫക്റ്റൊക്കെ തരാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഉലുവ. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. ഇത് കൂടാതെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ അരച്ചെടുത്ത ഉലുവയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം വിറ്റാമിൻ ഇ ഉണ്ടല്ലോ, വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കത് മുഖത്തും അപ്ലൈ ചെയ്യാം. മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ കരുവാളിപ്പും പിന്നെ മുഖത്തുണ്ടായിരുന്ന മുഖക്കുരുവും പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. നമ്മുടെ മുഖത്തുള്ള പണ്ട് കുരുക്കൾ വന്നിട്ടുള്ള പാടുകൾ പോലും ഇത് വെച്ച് മാറ്റാൻ പറ്റും കേട്ടോ. ഞാനിത് ഇടയ്ക്ക് മുഖത്ത് തേക്കാറുണ്ട്, അല്ലാത്തപ്പം തലയിലും തേക്കും. നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.